ഡോക്ടർ, നമ്മളൊരു രോഗിക്ക് ക്യാൻസർ നിർണ്ണയിക്കപ്പെടുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ഒരു ക്യാൻസറിൻ്റെ ആ മുഴ മാത്രം എടുത്ത് കളഞ്ഞാൽ പോരാ, തൊട്ടടുത്തുള്ള കുറച്ച് കഴലകളും കൂടെ എടുക്കണം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മാറിലെ ക്യാൻസർ ആണെങ്കിൽ കഷത്തിലെ കഴലുകൾ എടുക്കണം എന്ന് പറയാറുണ്ട്. അതേപോലെ ഏത് അസുഖമാണെങ്കിലും ആ മുഴ മാത്രം സർജറി ചെയ്താൽ പോരാ, നമുക്ക് തൊട്ടടുത്തുള്ള കഴലുകളും കൂടെ സർജറി ചെയ്യണമെന്ന് പറയപ്പെടാറുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മൾ അസുഖം പൊതുവേ ഇല്ല എന്ന് നമ്മൾ ധരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണല്ലോ ഇവയൊക്കെ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അതിൻ്റെയും കൂടെ ഒരു സർജറി ആയിട്ട് മുന്നോട്ട് പോകും? നമ്മൾ ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് സാധാരണ ശസ്ത്രക്രിയയിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതായത് നമ്മൾ ക്യാൻസർ ഒരു അവയവത്തെ ബാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ബാധിക്കുകയാണെങ്കിൽ, ആ ക്യാൻസർ അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ബാധിക്കാൻ ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കും. അത് എത്ര പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ആ ക്യാൻസർ കണ്ടെത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേഷൻ നമ്മൾ പറയും. അതായത് അതിൻ്റെ അരികിലുള്ള ഒരു സ്റ്റേഷനിലേക്ക് അത് പടരാനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മാറിലെ ക്യാൻസർ അഥവാ ബ്രസ്റ്റ് ക്യാൻസർ വരികയാണെങ്കിൽ, ബ്രസ്റ്റിൽ നിന്നും ആദ്യം പടരുന്നത് ആക്സിലറി നോഡ്സ് അഥവാ കക്ഷത്തിലെ കഴലകളിലേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വായിലകത്ത് വരുന്ന ക്യാൻസറുകൾ, ടങ് ക്യാൻസർ, ഓറൽ ക്യാവിറ്റി ക്യാൻസർ എന്ന് പറയുന്നത് അടുത്ത സ്പ്രെഡ് ആവുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് കഴുത്തിലെ കഴലകൾ അഥവാ സെർവൈക്കൽ ലിംഫ് നോഡ്സിലേക്കാണ് സ്പ്രെഡ് ആവുക. ഇതേപോലെ തന്നെ എല്ലാ അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറുകളിലും അതിൻ്റെ നെക്സ്റ്റ് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഉണ്ട്. അത് മിക്കവാറും സന്ദർഭങ്ങളിൽ അത് ഏറ്റവും അടുത്തുള്ള കഴലകൾ അഥവാ ലിംഫ് നോഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാൻസർ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ സാധാ ശസ്ത്രക്രിയ, ഒരു മുഴ മാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയിൽ നിന്ന് വിഭിന്നമായി നമ്മൾ ക്യാൻസർ ശസ്ത്രക്രിയയിൽ ആ ക്യാൻസർ ബാധിച്ച ഭാഗവും അഥവാ ക്യാൻസറിൻ്റെ മുഴയുടെ കൂട്ടത്തിൽ നോർമലായിട്ടുള്ള കുറച്ച് ടിഷ്യൂവും കൂടെ എടുത്ത്, മാർജിൻസ് എന്ന് നമ്മൾ പറയും, ആ ടിഷ്യൂവും അതിൻ്റെ അനുബന്ധ കടലകളും കൂടെ നീക്കം ചെയ്യുന്നതായിരിക്കും ക്യാൻസർ ശസ്ത്രക്രിയ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മാറിലെ ക്യാൻസർ ആണെങ്കിൽ മാറിലെ മുഴ നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കക്ഷത്തിലെ കടലകളിലേക്ക് അസുഖം പടർന്നിട്ടുണ്ടോ എന്ന് നോക്കാനായി കക്ഷത്തിലെ കടലകളിലൂടെ നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വായിനകത്ത് വരുന്ന ഓറൽ ക്യാൻസർ ആണെങ്കിലും, തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിലും, കുടലിൽ വരുന്ന ക്യാൻസർ ആണെങ്കിലും ആ ക്യാൻസർ നീക്കം ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അനുബന്ധ കടലകൾ കൂടി നീക്കം ചെയ്യേണ്ടതുണ്ട്.